ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത വർഷങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യം വർദ്ധിച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് ETF. കൂടുതലായും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് അനുകൂലമായ ഒരു ഓപ്ഷനാണ് ETF. എങ്കിലും ഇതിൽ ഷോർട്ട് ടേം ട്രേഡ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ETF എന്താണെന്ന് പലപ്പോഴും പല വീഡിയോകളിലും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ETF എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്. അതിൽ സ്റ്റോക്കുകളും ബോണ്ടുകളും കമ്മോഡിറ്റികളും ഒക്കെ അടങ്ങിയിട്ടുള്ള പല കാറ്റഗറികളിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സിനെയോ സെക്ടറിനെയോ അല്ലെങ്കിൽ കമ്മോഡിറ്റി പ്രൈസിനെയോ ട്രാക്ക് ചെയ്യുന്ന അതിനാനുപാതികമായിട്ടുള്ള പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെൻ്റാണ് ETF. അപ്പോൾ അതൊരു സ്റ്റോക്ക് പോലെ നമുക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് നിഫ്റ്റി 50 ETF എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50 സ്റ്റോക്കുകളുടെ ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിഫ്റ്റി 50 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അത് ബാങ്കിങ് ഇൻഡെക്സ്, IT ഇൻഡെക്സ്, എനർജി ഇൻഡെക്സ്, അങ്ങനെ പല തീമുകളിലും അതുപോലെ ഗോൾഡ്, സിൽവർ പോലെയുള്ള കമ്മോഡിറ്റികളിലും ഒക്കെ നമുക്ക് ETF കാണാൻ കഴിയും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളും ഒരു തരത്തിലൊരു ETF തന്നെയാണെങ്കിലും മ്യൂച്വൽ ഫണ്ട് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ കഴിയില്ല. കൂടാതെ അതിൻ്റെ വാല്യൂ ട്രേഡിംഗ് ഡേയുടെ ഈവനിങ്ങിലായിരിക്കും അതിൻ്റെ NAV നമുക്ക് ലഭിക്കുക. എന്നാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൈസ് മാർക്കറ്റ് അവറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ പല ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ട്രേഡേഴ്സും ഒക്കെ ഈ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് ETF-നെ പരിഗണിക്കാറുണ്ടെങ്കിലും ETF-ൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാളം സ്ട്രാറ്റജികളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ സ്ട്രാറ്റജികൾ ഓൾറെഡി സ്റ്റോക്കുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജികൾ തന്നെയാണ്. അപ്പോൾ അവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജികൾ മുതൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാർട്ടുകൾ അനലൈസ് ചെയ്തുകൊണ്ടുള്ള സ്ട്രാറ്റജികളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക്. അപ്പോൾ ഏതെങ്കിലും ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു ETF അത് 2% ഡൗൺ ആകുമ്പോൾ നമ്മൾ വാങ്ങുകയും ഒരു 3% മുകളിലേക്ക് പോകുമ്പോൾ വിൽക്കുകയും ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF എത്ര അപ്പ് ആൻഡ് ഡൗൺ സംഭവിച്ചാലും ആത്യന്തികമായിട്ട് എപ്പോഴും മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള ആ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ട്രേഡിങ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ഷമയുണ്ടെങ്കിൽ ഒരിക്കലും ലോസ് വരാത്ത ഒരു സ്ട്രാറ്റജിയാണിത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികളിലേക്ക് പോകുകയാണെങ്കിൽ മറ്റൊരു സ്ട്രാറ്റജിയാണ് മൊമെൻറ്റം സ്ട്രാറ്റജി. അപ്പോൾ ഇവിടെ നമ്മളൊരു ETF ബൈ ചെയ്യുന്നത് അതിൻ്റെ റൈസിങ് തുടങ്ങുന്ന സമയത്താണ്, അതുപോലെ അതിൻ്റെ ഫോള് തുടങ്ങുന്ന സമയത്ത് വിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ തിരക്കൊപ്പം നീന്തുക അല്ലെങ്കിൽ റൈഡ് ദ വേവ് എന്ന ഒരു ഫിലോസഫിയാണ് ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള കറക്റ്റ് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആശ്രയിക്കാറുണ്ട്. ഇപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അഥവാ RSI പോലെയുള്ള ഇൻഡെക്സുകൾ അത് 60-ന് മുകളിൽ നിൽക്കുമ്പോൾ, അതേപോലെ ഷോർട്ട് ടേം മൂവിങ് ആവറേജ് 20-ഡേ മൂവിങ് ആവറേജിനെ ടച്ച് ചെയ്ത് റിവേഴ്സ് എടുക്കുമ്പോൾ, അതേപോലെ നല്ല വോളിയം സ്പൈക്ക് ഉണ്ടാകുമ്പോൾ ആ സമയത്തൊക്കെ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ ആ ഒരു ഏർലി ട്രെൻഡിൽ തന്നെ എൻട്രി എടുത്തുകൊണ്ട് എവിടെ നിന്നാണോ റിവേഴ്സൽ തുടങ്ങുന്നത് അതിന് ഈ ഇൻഡിക്കേറ്ററുകളിൽ കാണുന്ന റിവേഴ്സൽ ട്രെൻഡുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എക്സിറ്റ് എടുക്കുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. മറ്റൊന്നാണ് സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഇതൊരു ഷോർട്ട് ടേമിനേക്കാൾ ഉപരി ഒരു മീഡിയം ടേം അപ്രോച്ച് ഉള്ളവർ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജികളാണ്. അപ്പോൾ അവിടെ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു ട്രേഡാണ്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ എക്സിറ്റും എൻട്രിയും എടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളും അതേപോലെ മൂവിങ് ആവറേജിൻ്റെ ക്രോസ് ഓവറുകളും വോളിയം അനാലിസിസും ഒക്കെയാണ് പൊതുവെ ഫോളോ ചെയ്യാറുള്ളത്. മറ്റൊന്നാണ് മീൻ റിവേഴ്ഷൻ സ്ട്രാറ്റജി. അപ്പോൾ ഇവിടെ അണ്ടർലൈങ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഏതൊരു പ്രൈസും അത് വളരെ ഹൈ ആയിട്ട് പോകുമ്പോൾ തിരിച്ച് അതിൻ്റെ ഒരു ആവറേജ് ലെവലിലേക്ക് വരുമെന്നും, അതുപോലെ എത്ര ലോ ആയി പോയാലും തിരിച്ച് അതിൻ്റെ ആവറേജ് ലെവലിലേക്ക് തിരിച്ചെത്തുമെന്നുമൊക്കെയുള്ള ഒരു അസംഷനാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രേഡേഴ്സ് ആ ETF ഓവർബോട്ട് സോണിലാണോ അല്ലെങ്കിൽ ഓവർ സോൾഡ് സോണിലാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ റിവേഴ്സലാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ബോളിംഗർ ബാൻഡ്സ് അതുപോലെ RSI പോലെയുള്ള ഇൻഡിക്കേറ്ററുകളാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. മറ്റൊന്നാണ് സെക്ടർ റൊട്ടേഷൻ സ്ട്രാറ്റജി. അപ്പോൾ സെക്ടർ റൊട്ടേഷൻ എന്ന് പറയുന്നത് മാക്രോ ലെവലായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അത് കുറച്ചുകൂടി രാജ്യത്തിൻ്റെ എക്കണോമിയൊക്കെ മനസ്സിലാക്കി മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കി അവിടെയുള്ള എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സുകളും അതേപോലെ സീസണൽ ട്രെൻഡുകളും മനസ്സിലാക്കിക്കൊണ്ട് ETF-കൾ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ETF-കൾ പൊതുവെ എഫക്റ്റീവായിട്ട് നിൽക്കുക ഈ ഒരു സ്ട്രാറ്റജിയിലാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഗോൾഡും സിൽവറും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഒരു സെക്ടർ റൊട്ടേഷനാണ്. എന്നാൽ എല്ലാ കാലത്തും അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ റൊട്ടേഷൻ അവസാനിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു സെക്ടറിലായിരിക്കും അടുത്ത മൂവ് ഉണ്ടാവുക. അപ്പോൾ ആ സെക്ടറിലേക്ക് മാറുക. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എക്കണോമിക് കണ്ടീഷൻസ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്.
മറ്റൊന്നാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജികൾ. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ചില സ്റ്റോക്കുകൾ കുറേ കാലം കൺസോൾട്ടേഷൻ ഫേസിലോ അല്ലെങ്കിൽ ഒരു സൈഡ് വേസിലോ ഒക്കെ പോയിക്കൊണ്ട് ശക്തമായൊരു വോളിയം ബിൽഡപ്പ് നടന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേക പോയിന്റിൽ ശക്തമായൊരു മുന്നേറ്റം നടത്തും. ആ ഒരു മുന്നേറ്റത്തിൽ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജികൾ. അപ്പോൾ അവിടെ കൃത്യമായ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ബ്രേക്ക് ഔട്ട് നടന്നു എന്നും അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് അല്ല എന്നുമൊക്കെയുള്ള തിരിച്ചറിവുണ്ടായതിനു ശേഷമാണ് ആ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നത്. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണിത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും ഒരേപോലെ സൂട്ട് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് രീതിയല്ല. അപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ടേം വ്യൂവും അതുപോലെ ഫാസ്റ്റ് പേസ്ഡ് ആക്ഷൻ്റെ ആളുമാണെങ്കിൽ തീർച്ചയായിട്ടും മൊമെൻറ്റം അതുപോലെ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജികളാണ് ഏറ്റവും യോജിക്കുക. എന്നാൽ നിങ്ങളൊരു മോഡറേറ്റ് ടൈം അനുവദിച്ചുകൊണ്ട് ഒരു സ്വിംഗ് ലെവലിലുള്ള ഒരു ട്രേഡർ ആണെങ്കിൽ മീൻ റിവേഴ്ഷൻ സ്ട്രാറ്റജികളാണ് നമുക്ക് സൂട്ട് ആവുക. എന്നാൽ നിങ്ങൾ കുറച്ചും കൂടി മാക്രോ ഓറിയൻറ്റഡ് സെക്ടർ റൊട്ടേഷൻ ആ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സെക്ടർ റൊട്ടേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും റിസ്ക് മാനേജ്മെൻറ്റും അവിടെ ഉണ്ട്. കാരണം ഏതൊരു ബ്രേക്ക് ഔട്ട് ആയാലും ഏത് മൊമെൻറ്റം ട്രേഡിംഗ് ആയാലും ശരി, നമ്മളൊരു എൻട്രി എടുത്താൽ അവിടെ എപ്പോഴും ഒരു റിസ്ക് ഉണ്ട്. ഈ സമയവും മാർക്കറ്റ് ഓവർനൈറ്റ് ഗ്യാപ് ഡൗണിലും വലിയ ക്രാഷ് ഉണ്ടാവാം. അത്തരം അവസരങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ 30 ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം നിഫ്റ്റി 50യെ ബീറ്റ് ചെയ്ത് റിട്ടേൺ നൽകിയ ചില ETF നോക്കാം. അങ്ങനെ കഴിഞ്ഞ ഒരു മാസം ഇപ്പോൾ ഗൂഗിൾ ഫിനാൻസിൻ്റെ ഒരു ഡാറ്റ പ്രകാരം നിഫ്റ്റിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് 0.68% ആണ്. ഈ ഒരു 0.68%നേക്കാൾ കൂടുതൽ റിട്ടേൺ നൽകിയ 7ഓളം ETF നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് നിപ്പോൺ ഇന്ത്യ PSU ബാങ്ക് ETF ആണ്. അപ്പോൾ അവിടെ 6.25%ൻ്റെ ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ PSU ബാങ്ക് ബീസ് എന്ന് പറയുന്നത് 12 ബാങ്കുകളുടെ ഒരു ETF ആണ്. അവിടെ SBI, കാനറ ബാങ്ക്, PNB പോലെയുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഒരു 12 സ്റ്റോക്കുകളാണുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ PSU ബാങ്കുകളിൽ ഏകദേശം 49% വരെ കൊണ്ടുവരുവാനുള്ള നീക്കം നടത്തുന്നതിൻ്റെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് PSU ബാങ്കിലെ ഒരു ശക്തമായ റാലി കഴിഞ്ഞ മാസം നടന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു PSU ബാങ്ക് ETF ഈ രീതിയിൽ ശക്തമായി മുന്നോട്ട് പോയിട്ടുള്ളത്. മറ്റൊരു ETF 2.66% റിട്ടേൺ നൽകിയ നിഫ്റ്റി IT ETF ആണ്. നിപ്പോൺ ഇന്ത്യയുടെ തന്നെ ETF നിഫ്റ്റി IT ബീസ് ഉണ്ട്. അവിടെ 10 IT കമ്പനികളാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൽ TCS ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, വിപ്രോ ഉണ്ട്, HCL ടെക് പോലെയുള്ള ലാർജ് ക്യാപ് കമ്പനികളാണ് ഈ ഒരു ഇൻഡെക്സിലുള്ളത്. ഇപ്പോൾ US എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വെല്ലുവിളികളും നേരിടുന്നുണ്ടെങ്കിലും ശക്തമായ ഒരു എഫിഷ്യൻസി കാണിച്ചുകൊണ്ട് കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് പ്രോഫിറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ടാണ് IT സ്റ്റോക്കുകളിൽ നല്ലൊരു റാലി കഴിഞ്ഞ മാസം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ETF നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത 2.66% റിട്ടേൺ നൽകിയത്. മറ്റൊന്നാണ് ETF നിഫ്റ്റി ബാങ്ക് ബീസ്. അത് 1.38% ആണ് കഴിഞ്ഞ ഒരു മാസം റിട്ടേൺ നൽകിയത്. അത് നിഫ്റ്റിയേക്കാൾ ബെറ്റർ റിട്ടേൺ നൽകി. അപ്പോൾ ഇവിടെ പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും അടങ്ങിയ ഒരു മിക്സ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്. അതിനെയാണ് ഈ ഒരു ETF ഫോളോ ചെയ്യുന്നത്. അതിൽ നമുക്ക് HDFC, ICICI ബാങ്ക്, കൊടാക്ക്, അതുപോലെ ഫെഡറൽ, ആക്സിസ് ബാങ്ക് പോലെയുള്ള ബാങ്കുകളും അതുപോലെ കാനറ, SBI പോലെയുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ അതിൽ കാണാൻ പറ്റും. അത്തരത്തിൽ 12 ബാങ്കുകളാണ് അതിലുള്ളത്. അപ്പോൾ ഈ PSU ബാങ്കിലുള്ള റാലി കഴിഞ്ഞിട്ട് അടുത്തൊരു റാലി നടക്കാൻ സാധ്യത ഉള്ളത് ഈ ഒരു സെക്ടറിലാണെന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ആ ഒരു ക്രെഡിറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അൺസെക്യൂർഡ് പോർട്ട്ഫോളിയോ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹൈ ഈൽഡ് റീറ്റെയിൽ ലോണുകളും ക്രെഡിറ്റ് കാർഡുകളും പേഴ്സണൽ ലോണുകളൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു ക്രെഡിറ്റ് ഗ്രോത്തും ഈ കമ്പനികൾ കാണിച്ചതുകൊണ്ടാണ് നല്ലൊരു മുന്നേറ്റം നമ്മൾ ബാങ്കിങ് മേഖലയിൽ കാണുന്നത്. ഇനി മറ്റൊരു ETF നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത റിട്ടേൺ നൽകിയത് നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി മിഡ് ക്യാപ് 150 ആണ്. അപ്പോൾ ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള 150 സ്റ്റോക്കുകളാണ് ഇതിലുള്ളത്. 1.16% റിട്ടേൺ കഴിഞ്ഞ ഒരു മാസം നൽകുകയുണ്ടായി. അപ്പോൾ നിഫ്റ്റിയിലെ 101 മുതൽ 250 വരെയുള്ള കമ്പനികളുടെ ഒരു കൂട്ടമാണ് മിഡ് ക്യാപ് 150. അടുത്ത 2.1%ഓളം റിട്ടേൺ നൽകിയ ഒരു ETF ആണ് മോട്ടിലാൽ ഒസ്വാളിൻ്റെ നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ETF. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 15 ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ ഒരു കൂട്ടമാണ്. അതിൽ നമ്മൾ HDFC, AMC പോലെയുള്ള ധാരാളം AMC കമ്പനികൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ആയിട്ടുള്ള BSE ഉണ്ട്, അതുപോലെ കാംസ് പോലെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, CDSL ഉണ്ട്, ഏഞ്ചൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയുള്ള 15 സ്റ്റോക്കുകളുടെ ഒരു കൂട്ടമാണത്. അപ്പോൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ India-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫൈനൽ അഗ്രിമെൻറ്റ് വരുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് മുന്നേറുമെന്നൊക്കെയുള്ള ഒരു ഒപ്റ്റിമിസത്തിൻ്റെ ഭാഗമായിട്ട്
പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മുന്നേറ്റമുണ്ട്. കൂടാതെ ഗ്രോയുടെ IPO ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഓളമുണ്ട്. ഇതൊക്കെ ആ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റിനെ ബുള്ളിഷാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവാണ് ഈ ഒരു ETF നമ്മൾ കണ്ടത്. അടുത്തൊരു ETF നമ്മൾ കാണുന്നത് ICICI Prudential Nifty ഓട്ടോ ETF ആണ്. ഇത് 1.29% അപ്സൈഡ് പോയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം നിഫ്റ്റിയെ ഈ ഒരു ETF ബീറ്റ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ETF-ലും 15 സ്റ്റോക്കുകളാണുള്ളത്. അതായത് മാരുതി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഐഷർ മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള ലീഡിംഗ് ഓട്ടോ സ്റ്റോക്കുകളും അതുപോലെ ഓട്ടോ ആക്സിലറി കമ്പനികളായിട്ടുള്ള മദേഴ്സൺ, യൂനോ, മിൻഡ, സോണ കോംസ്റ്റാർ, അതുപോലെ ബാറ്ററി സ്റ്റോക്കായിട്ടുള്ള എക്സൈഡ് പോലെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഫെസ്റ്റീവ് സീസണും അതുപോലെ GST റേറ്റ് കട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെൻറ്റം മൊത്തത്തിൽ ഈ ഓട്ടോ ഇൻഡെക്സിൽ ഒരു റാലിക്ക് കാരണമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവാണ് നമുക്ക് ഈ ഒരു ETF-ൽ കാണാൻ കഴിഞ്ഞത്. ഇനി ഫൈനലായിട്ട് നിപ്പോൺ ഇന്ത്യയുടെ സിൽവർ ETF ആണ്. അത് 1.91% ആണ് കഴിഞ്ഞ ഒരു മാസം മുന്നേറിയത്. അപ്പോൾ ഇതൊരു കമ്മോഡിറ്റി ETF ആണ്. അതുപോലെ ഒക്ടോബർ പകുതിയോടെ തുടങ്ങിയിട്ടുള്ള സിൽവറിലുള്ള റാലി അത് ഈ നവംബർ പകുതി വരെ അത് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഗ്ലോബൽ അൺസർട്ടനിറ്റി കാരണം ഒരു സേഫ് ഹെവണായിട്ട് ഗോൾഡിനെയും സിൽവറിനെയും ഇൻവെസ്റ്റേഴ്സ് കണ്ടതുകൊണ്ടാണ് സിൽവറിൽ ശക്തമായൊരു റാലി നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവാണ് ഈ ഒരു ETF-ലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ETF ട്രേഡിംഗ് സ്ട്രാറ്റജികളുമായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇവിടെ പരാമർശിച്ച ETF-കളും മറ്റു കാര്യങ്ങളും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടേതായ പഠനം നടത്തിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ അറിയിക്കുക. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.